അല്ല, കല്യാണം കഴിഞ്ഞിട്ട് മാത്രമേ മാറ്റാവൂന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അതിന് മുൻപും മാറ്റാം, എപ്പോ വേണമെങ്കിലും മാറ്റാം. അതൊക്കെ ഋതികയുടെ ഇഷ്ടം. ഞാനതിൽ തലയിടാനൊന്നും വരില്ല. പക്ഷേ ഋതിക കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അതെന്നെ തന്നെ ആയിരിക്കണം. അത്രേ ഉള്ളൂ. ഞാൻ അത്രമാത്രം സ്വപ്നം കണ്ടു കഴിഞ്ഞിരിക്കുന്ന ഋതികയെ. നമ്മൾ ഒത്തുള്ളൊരു ജീവിതം, ഞാനും ഋതികയും നമ്മുടെ കുട്ടികളും ഒക്കെ ആയിട്ട് ഒരു ബ്യൂട്ടിഫുൾ ലൈഫ്. എന്റെ ദൈവമേ, ഈ മണ്ടനെ ഞാൻ ഇനി എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാന്? എന്നിട്ടങ്ങ് പോയാലോ? അതേ ഉള്ളൂ ഇവനിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗം. റോഹൻ ഇരിക്കെ, ഞാനിന്ന് റൂമിലേക്ക് പോവാ. ഞാൻ പറഞ്ഞില്ലേ, കോഴ്സിനെ കുറിച്ച് ഒന്ന് സ്റ്റഡി ചെയ്യണം. അല്ല, പോയേ പറ്റൂ നിർബന്ധമാണോ? അതെ. ആ, എന്നാ ഞാനും കൂടി വരാം. നമുക്ക് അവിടെ നിന്ന് ഡിസ്കസ് ചെയ്യാം. വേണ്ട, ഞാനിവിടെ ഇരുന്നോളാം. രാജു, വായിരിക്കേ. ഏയ് വേണ്ട മേഡം, ഞാൻ ഇവിടെ നിന്നോളാം. രാജു, ഞാൻ ഇനി ഏത് കോഴ്സ് ചെയ്താലാ എനിക്ക് നല്ലൊരു കരിയർ ഉണ്ടാവുക? എന്തായിടും? ഇത് കൊക്കൈനാണ് മേഡം. കൊള്ളാലോ. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ കാറില് മയക്കുമരുന്ന്. കൊള്ളാം, നന്നായിട്ടുണ്ട്. എന്തായാലും ചാർജ് എടുത്ത ദിവസം തന്നെ വന്ന കേസ് കൊള്ളാം. അശ്വതി, സൂപ്രണ്ടന്റ് ഓഫ് പോലീസ്. ഇത് എന്റെ വാഹനത്തിൽ എങ്ങനെ വന്നു എനിക്ക് അറിയില്ല ഓഫീസർ. ഐ തിങ്ക് ഇറ്റ്സ് എ ട്രാപ്പ്. എന്റെ ശത്രുക്കളാരോ എനിക്കെതിരെ ചെയ്ത ട്രാപ്പാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ തമ്മിലെ ആദ്യത്തെ കൂടിക്കാഴ്ചയല്ലേ സർ? നമുക്കിങ്ങനെ വഴിയിൽ വെച്ച് സംസാരിക്കണം. നമുക്ക് എന്റെ ഓഫീസിലേക്ക് പോവാം. ശരി. സോറി സർ, ഇത് ഞങ്ങൾ മയക്കുമരുന്ന് പിടിച്ചെടുത്ത വാഹനം. ഈ വാഹനത്തിൽ സഞ്ചരിക്കുന്നത് ശരിയാവില്ല. സാറിന് എന്റെ കാറിൽ വരാം. അറസ്റ്റാണോ? സാറിനെ അണ്ടർ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞു എന്ന് മനസ്സിലായി കാണുമല്ലോ. പ്ലീസ് സർ, സഹകരിക്കണം. ശരി. പ്രോട്ടോകോൾ പ്രകാരമുള്ള മര്യാദകളൊന്നും ഈ കേസ് കഴിയുന്നതുവരെ കാണില്ല സർ. ഇപ്പൊ ചോദ്യം ചോദിക്കൽ എന്നോടായോ? സാർ ക്ഷമിക്കണം. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ആദ്യം ഉത്തരം പറ. അതിനുശേഷം ഞാൻ സാറിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാം. സാർ സത്യം പറ. സാറിന് ഈ ഇടപാട് എത്ര നാളായിട്ടുണ്ട്? ഇതിപ്പോ പ്രതിപക്ഷം വർമ്മ സാറിനെതിരെ നടത്തിയ നീക്കമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മിനിസ്റ്ററുടെ വണ്ടിയാകുമ്പോ എന്തും വെച്ചുകൊണ്ട് പോവാലോ. ചെക്കിംഗ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അതുമല്ല,
സ്വർണം കടത്തുന്നതിനെക്കാട്ടിലും ഡയമണ്ട് കടത്തുന്നതിനെക്കാട്ടിലും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. ഇതാകുമ്പോ ഇരട്ടി കാശ് കിട്ടുന്ന ഇടപാടല്ലേ. സാറിനങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. സാറ് കോടീശ്വരനല്ലേ. പിന്നെ സാർ എന്തിനാ ഈ തരം താഴ്ന്ന പണിക്ക് പോകുന്നത്? ഇതാരാ ഹുഡി ഡ്രസ് ഇട്ട ആള്? ശ്ശെ, പരിചയമില്ലാത്ത ഒരാളാണല്ലോ. മുഖവും വ്യക്തമല്ല. രജു, എന്താ മേഡം? ഇലക്ഷനാ വരാൻ പോകുന്ന ഈ സമയത്ത് അച്ഛൻ ഇങ്ങനൊരു കേസിൽ പെട്ടുകഴിഞ്ഞാ, അതും മയക്കുമരുന്ന് കേസിൽ എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല. മാഡം പേടിക്കാതെ, എന്താ നമുക്ക് നോക്കാം. മാഡം വാ വാ വാ. ഇല്ല സർ, ഞാൻ മിനിസ്റ്റർ കസ്റ്റഡിയിലെടുത്തു. അറസ്റ്റും രേഖപ്പെടുത്തി. ഉടനെ FIR എഴുതണം. ശരി സർ. സർ, ഞങ്ങളൊന്ന് അകത്തേക്ക് പൊയ്ക്കോട്ടെ. എനിക്ക് എന്റെ അച്ഛനെ കാണണം. എന്താടോ അവിടെ ഒരു ബഹളം? മാഡം, വർമ്മ സാറിന്റെ മകളും പിയും കാണാൻ വന്നിട്ടുണ്ട്. സാറിനെ കാണണമെന്നാ അവര് പറയുന്നത്. അവരോട് ഇങ്ങ് വരാൻ പറ. ശരി മാഡം.